വനിതകളെ അവിടെ 3 വനിതകളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശരിയാണ്. പക്ഷേ എത്രയോ നാളുകളായി ഇത്തരം കിരാതമായ നടപടികളും സംഭവങ്ങളും ഇതിനകത്ത് 100 കണക്കിന് നടന്നിട്ടാണ് കഴിഞ്ഞ ദിവസത്തുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുമെന്നായപ്പോൾ മാത്രമാണ് ഇവർ നടപടിക്ക് ഇറങ്ങിത്തിരിച്ചത്. ആ നടപടി പുറം ലോകം അറിഞ്ഞതിന്റെ ഭാഗമായി ജനാധിപത്യപരമായി വനിതകൾ അമ്മമാർ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇവിടെ സമാധാനപരമായി ഒരു സമരം നടത്താൻ എത്തിച്ചേർന്നത്. അതിനെതിരെ ഒരു പ്രകോപനപരമായി ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് ഞങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ വെറുതെ ഒരു 50ഓളം സ്ത്രീകൾ അടങ്ങുന്ന ഈ സമരത്തിൽ പോലും ഇത്ര ഹീനമായ ഒരു പ്രവൃത്തി ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ 3 പേരെ സാധാരണക്കാര് ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന വനിതകളെ പുറത്താക്കിക്കൊണ്ട് ശിശുക്ഷേമ സമിതിയിലെ ഒരു വിഷയങ്ങളും തീരുന്നില്ല. ഇതിൽ ദൃശ്യമാധ്യമങ്ങൾ തുടർച്ചയായി ഇത് ഇടപെടണം. ഇതിനകത്ത് ഇവിടെയുള്ള സെക്രട്ടറിയെയും ഒപ്പം സൂപ്രണ്ടിനെതിരെയും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ നേരെ കേസെടുക്കണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പ്രതിഷേധം ഞങ്ങൾ തുടരും. പൂർവാധികം ശക്തിയായി കൂടുതൽ ആലോചനകൾ പാർട്ടിയുമായി ഞങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും. കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകയെ ഉപദ്രവിച്ചിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവർ വെള്ളമടിച്ചിരിക്കുന്നു. ഞങ്ങൾ 2-3 തവണ മാറി നിന്നു. വീണ്ടും ഇവരത് ആവർത്തിച്ചു. ഇവരെന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്? പോലീസ് സഹോദരിമാർ മുട്ടുവച്ച് വനിതകളെ, ഞങ്ങളുടെ പ്രവർത്തകരെ, സഹോദരിമാരെ, അനിയത്തിമാരെ മുട്ടുവച്ച് ഇടിക്കുന്നത് കാഴ്ചയിൽപ്പെട്ടാണ് ഞാനൊരു കമ്പുമായി അവിടെ ഇടപെട്ടത്. അപ്പൊ അത്തരത്തിലേക്ക് സമാധാനപരമായി ജനാധിപത്യപരമായി ഒരു സമരം ഇവിടെ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ ആർക്കു വേണ്ടിയാണ്? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സമാധാനമില്ലാത്ത ഒരു ലോകത്താണ് കേരളം. ഇന്ന് ലജ്ജിക്കൂ, മകളെ മാപ്പ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇതെന്ത് കിരാത നടപടികളാണ് ഇവിടെ നടക്കുന്നത്? ഇതിനെതിരെ റീജിത്ത്, ഈ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരാണ് നിലവിൽ സംസാരിച്ചത്. പ്രതിഷേധം തുടരും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. 2.5 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ വളരെ വിശദമായി ആ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. അതുപോലെ ഈ ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉയർന്നു കേൾക്കുന്ന പരാതികളുടെ പശ്ചാത്തലം, അതിൻ്റെ കാരണം അത് വിശദമായി അന്വേഷിക്കണം, കൂടുതൽ നടപടി വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴാണ് ജനനേന്ദ്രിയത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ചില ജീവനക്കാർ ആ വിവരം ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പിന്നീട് അത് പരാതിയുമായി പോവുകയുമായിരുന്നു. അപ്പോഴാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്. ക്രൂരമായ ഉപദ്രവമാണ്, ക്രൂരമായ പീഡനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കർശന നടപടി തന്നെ വേണം എന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അതിൻ്റെ ഭാഗമായി 3 ആയമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ നടപടിയിൽ തൃപ്തരല്ല എന്ന് പറയുന്നു മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. അതിൻ്റെ തലപ്പത്ത് നിന്നാണ് ശുദ്ധീകരണം തുടങ്ങേണ്ടത് എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ജയശങ്കർ, റിജിത്ത, ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ അത്തരത്തിൽ തന്നെയാണ് വിചാരിക്കുന്നത്. നിലവിൽ ഈ പരിക്ക് പറ്റിയ പ്രവർത്തകരെ മറ്റൊരു വാഹനത്തിൽ, ഒരു കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നീക്കങ്ങളാണ് ഈ പ്രവർത്തകർ നടത്തുന്നത്. കുറച്ചു മുമ്പ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു അമ്മമാർ എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തിയത്. തങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടരും. ഈ മാർച്ചിനിടെ പോലീസ് വളരെ മോശമായി പെരുമാറിയെന്ന ഒരു ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മുട്ടുവെച്ച് വനിതാ പോലീസുകാർ ഈ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ മുന്നറിയിപ്പില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗത്തിൽ പ്രവർത്തകർക്കുൾപ്പെടെ പരിക്ക് പറ്റിയെന്നൊരു ആക്ഷേപവും അവർ. ശരി, ജയശങ്കറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ മടങ്ങുകയാണ് എന്ന് തോന്നുന്നു. ഇപ്പോഴും അവിടെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചില പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ എന്താണ് പോലീസ് സ്വീകരിച്ച സമീപനം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും എന്ന് തോന്നുന്നു. തൈക്കാട് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് വലിയ പ്രതിഷേധം മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നത്. ഒരു പ്രവർത്തകയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്. മറുഭാഗത്ത് നേരത്തെ ഉയർന്ന പ്രതിഷേധമാണ്. അതിൽ 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് നടപടിയെടുത്തു എന്ന വിമർശനം മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ജയശങ്കർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ.
പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല. ഈ പരിക്ക് പറ്റിയ പ്രവർത്തകരെ കാറിൽ അയച്ചതിനു ശേഷം വീണ്ടും ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ റോഡിൽ പ്രതിഷേധിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം ഉന്നയിക്കുന്നത്. നേരത്തെ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോയ പ്രവർത്തകരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും പ്രവർത്തകർ വീണ്ടും ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അവർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് ഈ പരിക്കുപറ്റിയ പ്രവർത്തകർക്കൊപ്പം പിരിഞ്ഞു പോകുമെന്നാണ്. പക്ഷെ അതുണ്ടായില്ല. അവർ വീണ്ടും ഇതാ ബാരിക്കേഡിന് അടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത് നിലവിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്നൊരു നിലപാടെടുത്താൽ, അവർ പ്രതിഷേധം തുടർന്നാൽ പോലീസിന് തുടർ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഇവിടെ 3 തവണ ഇപ്പോൾ ജലപീരങ്കിയെ പ്രയോഗിച്ചു കഴിഞ്ഞു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഈ 3ാം ഘട്ട ജലപീരങ്കി പ്രയോഗത്തിനിടെയാണ് 2 വനിതാ പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്നത്. ഇവരെയാണ് അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവരുടെ കാലിനും മുട്ടിനും ഒക്കെയാണ് പരിക്ക്. ഈ പൊടുന്നനെ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ഇവർ റോഡിൽ വീഴുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ശരി, ബാരിക്കേഡ് മറികടന്ന് അകത്ത് കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. പരിക്കേറ്റ 2 പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്.